എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമുക്ക് പവർ സപ്ലൈ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ പവർ സപ്ലൈ ഈ ന്യൂട്രൽ ഫേസ് 230 വോൾട്ടാണ് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഈ ഒരു ജമ്പർ ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സേഫ്റ്റി ഇന്നെന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പവർ സപ്ലൈ ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് മോട്ടോർ പ്രൊട്ടക്ടർ ആയിക്കോട്ടെ, മീൻസ് MPCB ഇതാ ഈ MPCBയിലേക്ക് ഈ NO കോണ്ടാക്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് സീരീസ് ആക്കി ആ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ട്രിപ്പ് ആവും ആ സമയത്ത്. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഓവർലോഡ് OLR അതൊക്കെ സീരീസ് കൊടുക്കാം. പിന്നെ സ്വിച്ച് ഓട്ടോ മാനുവൽ സ്വിച്ചിൻ്റെയൊക്കെ സ്വിച്ചൊക്കെ സീരീസ് ആയിട്ട് ഫസ്റ്റ് ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സിഗ്നൽ എല്ലാം വന്ന ശേഷം മാത്രമേ ഇതിലോട്ട് ഇൻപുട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ട് കമാൻഡാണത്. പിന്നെ നമുക്ക് അടുത്ത ഒരു ഈ CN10 ഒരു സ്റ്റാറ്റസ് 2ാം നമ്പർ 2 സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രിപ്പ് സ്റ്റാറ്റസ് ആണിത്. ട്രിപ്പാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡിക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ന്യൂട്രൽ അതിന് വേണം, ഒരു സപ്ലൈ മാത്രം ഇതിൻ്റെ ഈ ഔട്ട് വരും. അപ്പോൾ നമ്മൾ ഇൻഡിക്കേഷൻ ലാമ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രിപ്പായെന്നുള്ള അലാം, ഇപ്പം HP ട്രിപ്പായാലും ഓവർ ഹീറ്റിൽ ട്രിപ്പായാലും എല്ലാം നമുക്കിതിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്കിതിനകത്തുള്ളത് ഹീറ്റേഴ്സാണ്. ഇത് ക്രാങ്ക് കേസ് ഹീറ്ററാണ്. അത് നമുക്ക് ആ കട്ട് ഓഫ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഹീറ്റർ സപ്ലൈ ഔട്ട്പുട്ട് വരും. അത് ഇന്നും 230 കൊടുക്കണം. അപ്പം ഔട്ട് 230 വരും. അതൊരു ഇൻ്റർലോക്ക് കണക്ഷൻ മാത്രമേ ഉള്ളൂ, അതിനകത്ത് വേറെ കണക്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഈ K1 K2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K1 ഒരു ഈ കോണ്ടാക്ടറിൻ്റെ കോയിൽ സപ്ലൈ ആണ്. നമ്മുടെ ഈ DOL കണക്ഷൻ ആണ് നമുക്ക് K1 മാത്രം മതി. K2 എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർ കണക്ഷൻ വരുന്നില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഡബിൾ സ്റ്റാർട്ടർ പാർട്ട് വൈൻഡിങ്ങിന് വരുന്നതാണ് K1 K2. അപ്പോൾ നമ്മൾ ഇത്ര സെക്കൻഡിനുള്ളിൽ അടുത്ത K2 ഓൺ ആവും. അതാണ് അതിൻ്റെ ഫങ്ഷൻ. ഓക്കെ, K1 ആണ് ഫസ്റ്റ് ഓൺ ആകുന്നത്. അപ്പോൾ K1 ഞാൻ ഒരു കോണ്ടാക്ടർ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തെർമൽ പ്രൊട്ടക്ഷനാണ്, നമ്മുടെ വൈൻഡിങ് പ്രൊട്ടക്ഷൻ. അതിനുവേണ്ടി ഞാൻ ഇവിടെ നിന്നൊരു ഇതിന് ലൈൻ ഞാൻ എടുത്തിട്ടൊരു മോട്ടോർ ഹീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടൻഷ്യൽ മീറ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വേരി ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ഈ മോഡ്യൂളിലും ഇതുപോലെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നതെന്ന്. റെസിസ്റ്റൻസ് വാല്യൂ വ്യത്യാസം വരുത്താനാണ്. നമ്മുടെ വൈൻഡിങ്ങിനകത്തൊരു സെൻസർ ഉണ്ടല്ലോ, ആ സെൻസറിൻ്റെ വാല്യൂ വ്യത്യാസം വരുത്താനാണ് ഞാൻ ഈ ഒരു പൊട്ടൻഷ്യൽ മീറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേരി ചെയ്യുമ്പോൾ അത് ട്രിപ്പാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് ഞാൻ ഓൾറെഡി വീഡിയോയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് നോക്കുക കാണാത്തവർ. അപ്പോൾ അടുത്ത് നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് മൊബൈലുമായിട്ട് ആക്സസ് ചെയ്തിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് നമുക്ക് ഇതൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ബെസ്റ്റ് എന്നും പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് ഇത്, ബെസ്റ്റ്. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഓക്കെ, ബിറ്റ്സർ. അപ്പോൾ നമ്മൾ കണക്റ്റ് ഡിവൈസ് കൊടുക്കുക. കണക്റ്റ് ഡിവൈസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിവൈസ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനോടൊരു പാസ്വേഡ് ചോദിക്കും. ഇതിൻ്റെ ഡിഫോൾട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ 8670 ആണ്. 8670 കണക്റ്റ് ആവുന്നുണ്ട്. അൺലോക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കാണിക്കുന്ന ഇത് കണ്ടില്ലേ, ഈ ഒരു ഡിസ്ചാർജ് ടെമ്പറേച്ചർ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സെൻസർ കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കണക്ട് ചെയ്യാമെന്ന് വെച്ചു. ഈ ഒരു സെൻസർ ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോണം, അത് മൈനസിലോട്ട് പോകുന്നുണ്ടോ. ഞാൻ ഡയറക്റ്റ് ജമ്പ് ചെയ്യുന്നുണ്ട്. സെൻസർ ആണെന്നുണ്ടെങ്കിൽ ആ റീഡിങ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. റിമൂവ് ചെയ്യുമ്പോൾ 200 ഡിഗ്രിയിലോട്ട് വന്ന് നിൽക്കുന്നു. അപ്പോൾ കറക്റ്റ് ആ സെൻസർ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു റീഡിങ് ഇതിനകത്ത് ഫീഡ്ബാക്ക് കിട്ടും. ഓക്കെ, അത് ഞാനിപ്പോൾ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവാപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ സെൻസർ കണ്ടൻസേഷൻ അതിന് നമുക്ക് അഡീഷണൽ മോഡ്യൂൾ വരുന്നുണ്ട്. ആ ഇതിനകത്തൊരു ആഡ് ചെയ്യാൻ പറ്റും ഇതിൽ സൈഡിൽ. അപ്പം ആ മോഡ്യൂളിലാണ് ബാക്കി ഫംഗ്ഷനൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ ഇത്രയും ഫംഗ്ഷനേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിനകത്ത് മൊത്തം ഡീറ്റെയിൽസും കിട്ടും. കംപ്രസറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടും. നമ്മുടെ VTech റെവല്യൂഷൻ, ഖത്തർ എല്ലാം കിടപ്പുണ്ട്. പിന്നെ നമുക്ക് മോണിറ്ററിങ്ങിലോട്ട് പോകാം. മോണിറ്ററിങ്ങിൽ പോയി കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിൽ പോയി കഴിഞ്ഞാൽ ഉണ്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് ആക്റ്റീവാണ്, സ്റ്റാർട്ട് ആക്റ്റീവാണ്, സെൻസർ ആക്റ്റീവാണ്. ഈ ഫസ്റ്റ് സീൻ 3ൽ 1 and 2 ആണ് അതിൻ്റെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഫീഡ്ബാക്ക്. അത് ഞാൻ ഈ കോൺടാക്ടറിൻ്റെ NOയിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് കോൺടാക്റ്റ് ക്ലോസ് ആകുമ്പോൾ ഈ ഒരു ഫീഡ്ബാക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമ്മളിത് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇതങ്ങ് പോകും. അവരെ ആക്റ്റീവ് എന്നുള്ള ആ ഒരു അങ്ങ് ഇതാവും, ഡീആക്ടിവേറ്റ് ആണോ. ആ ഒരു ഫീഡ്ബാക്ക് അവിടെ നിന്ന് പോയി. നമുക്കത് കൊടുക്കാം. കൊടുത്തപ്പം ആക്റ്റീവ് എന്നുള്ളത് വന്നു. പിന്നെ നമുക്ക് അടുത്ത് നോക്കുന്നത് ഹീറ്റർ ഔട്ടാണ്. അത് വന്നിട്ടില്ല, ഹീറ്റർ ഔട്ട് കൊടുത്തിട്ടില്ല നമ്മൾ. പിന്നെ നമ്മൾ K1 K2 അത് ഞാൻ പറഞ്ഞത് K1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. K2ൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടില്ല. ഇത് രണ്ടും കോൺടാക്ടറിൻ്റെ ആണ്. പിന്നെ HPLP എല്ലാം ആക്റ്റീവാണ്. പിന്നെ സേഫ്റ്റി ഇൻ ഓൾറെഡി ഇൻപുട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സേഫ്റ്റി ഇന്നിൻ്റെ ഇന്ന് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഇൻപുട്ട് ഇവിടെ ആക്റ്റീവ് കാണിക്കുന്നത്. ഞാൻ ഡിസ്കണക്ട് ചെയ്യാം. ഡിസ്കണക്ട് ചെയ്യുമ്പം അത് ഫുള്ള് ഡീആക്ടിവേറ്റ് ആയി. സ്റ്റാർട്ട് സ്റ്റോപ്പ് എല്ലാം ഡീആക്ടിവേറ്റ് ആയി. അപ്പം നമുക്കൊന്ന് കണക്ട് ചെയ്യാം. എല്ലാം ആക്റ്റീവായി. HPLP നമുക്ക് ആ HPLPയുടെ ഒന്ന് ചെക്ക് ചെയ്യാം. HP1 HPS2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ഡിസ്കണക്ട് ചെയ്യാം. അതിൽ ഓൾറെഡി പവറുണ്ട്. നമുക്ക് കിട്ടാം. ഒരു വിട്ട് കഴിഞ്ഞാൽ എത്ര സെക്കൻഡിനുള്ളിൽ അലാം വരും ഇവിടെ. അപ്പോൾ അതിനകത്ത് കാണിക്കുന്നുണ്ട് HPS2 ഡീആക്ടിവേറ്റഡ്. അത് ഡീആക്ടിവേറ്റ് ആയെന്നുള്ള ഒരു അലാം അവിടെ നമുക്ക് കിട്ടും. നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് എത്ര സെക്കൻഡാണ് അത് ഞാൻ കാണിച്ചു തരാം. കോൺഫിഗറേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ടൈം ഇവിടെ ഇൻ്റർവെൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഞങ്ങളുടെ 60 സെക്കൻഡാണ് കിടക്കുന്നത്. ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ എല്ലാം കൊടുക്കാം. റീസെറ്റ് ടൈമാണ്. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാണിംഗ് വരും, സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഓൾറെഡി അത് 60 സെക്കൻഡ് കിടന്നതുകൊണ്ട് ആ ഒരു സെയിം ടൈം തന്നെ അത് റീസെറ്റ് ആകത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ റീസെറ്റായി, ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ആക്റ്റീവാണ്. കോൺടാക്ടർ ഓൺ ആണ്, HP ഓക്കെ ആണ്, സ്റ്റാറ്റസ് ഓഫാണ്, എല്ലാം കറക്റ്റാണ്. അപ്പോൾ നമുക്കങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിലും ഇതിനകത്ത് നിന്ന് കിട്ടും. പണ്ടത്തെ കൂട്ടൊന്നുമല്ല, എല്ലാം മാറി. ഡിസ്റ്റൻസ് വാല്യൂ ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ നമുക്കിതിൽ എന്ത് കാണിക്കും നോക്കാം. ഫോൾട്ട് എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്, അലാം വന്നിട്ടുണ്ട്. അതാ നമ്മുടെ സ്റ്റാറ്റസിൻ്റെ അവിടെ ഔട്ട്പുട്ട് വന്നു. ഇതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത്. പുതിയൊരു മോഡ്യൂൾ ആയതുകൊണ്ടാണ് എല്ലാവരും പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അറിയാവുന്നവരുണ്ടാവും, എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഇങ്ങനെ വീഡിയോ ചെയ്തത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടിനെല്ലാം നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.